PT-ക്കകത്ത് നിങ്ങളൊരു സുപ്പീരിയർ സ്കോറാണ് ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് റിപ്പീറ്റ് സെനൻസ്. ഇത് മിക്ക കുട്ടികൾക്കും പാടാണ്. കാരണം റിപ്പീറ്റ് സെനൻസ് എന്ന് പറയുന്ന ടാസ്കിൽ കൂടുതൽ അതായത് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ചില കുട്ടികളൊക്കെ ഫംബിളും ഹെസിറ്റേഷനും ഉണ്ടാക്കി മാർക്ക് കുറയുകയും ചെയ്യും. പക്ഷെ റിപ്പീറ്റ് സെനൻസ് എന്ന് പറയുന്ന ടാസ്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ലിസൺ കെയർഫുള്ളി. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടിയ കോണ്ടന്റ് കൃത്യമായിട്ടും ഫ്ലുവൻ്റ് ആയിട്ടും പറയാനായിട്ട് ശ്രമിക്കുക. ഫുൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടന്റിന് 3 ഔട്ട് ഓഫ് 3 മാർക്ക് തന്നെ കിട്ടും. ഇനി നിങ്ങൾ 50 to 60% കോണ്ടന്റ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ പോലും 2 ഔട്ട് ഓഫ് 3 കിട്ടും. അതുകൊണ്ട് റിപ്പീറ്റ് സെനൻസ് എന്ന് പറയുന്ന ടാസ്കിന്റെ അകത്ത് നിങ്ങൾ ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനും ഫോക്കസ് ചെയ്ത് കിട്ടുന്ന കോണ്ടന്റ് കൃത്യമായിട്ട് പറയുക. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു ലണ്ടൻ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ എ ബസ് എന്ന് പറയുന്ന റിപ്പീറ്റ് സെനൻസിൽ ഐ ആം ഗോയിങ് ടു ലണ്ടൻ വിത്ത് മൈ ഫ്രണ്ട്സ് എന്ന് നിങ്ങൾ പകുതി അതായത് 50 to 60% കോണ്ടന്റ് പറഞ്ഞാൽ പോലും നിങ്ങളുടെ കോണ്ടന്റിന്റെ മാർക്ക് 2 ഔട്ട് ഓഫ് 3 ആണ്. അതായത് കാര്യമായിട്ട് നിങ്ങളുടെ മാർക്കിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് റിപ്പീറ്റ് സെനൻസ് ടാസ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് ലിസൺ ചെയ്ത ശേഷം കിട്ടുന്ന എത്രയാണോ കോണ്ടന്റ് അത് 50 to 60% കോണ്ടന്റ് എങ്കിലും കൃത്യമായിട്ടും ഫ്ലുവൻ്റ് ആയിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് സെനൻസിൽ ഒരു ഹൈ സ്കോർ ലഭിക്കുകയും തന്നെ ചെയ്യും. താങ്ക് യു.